മന്ത്രിയുടെ കൂടെ സെൽഫി എടുത്തതിൽ ഒരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുണ്ട്. നഴ്സ് പറയുന്നത് അത്രയും അടുപ്പം ഈ കുറഞ്ഞ സമയം കൊണ്ട് മന്ത്രിയുമായി ഉണ്ടായി. ആ അടുപ്പം തോന്നിയപ്പോൾ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി അതിന് അനുവദിച്ചു. അതുകൊണ്ടാണ് സെൽഫി എടുത്തതെന്ന് നഴ്സ് പറയുന്നു. ഇതൊരു വലിയ വിവാദമായിരുന്നു. ഇന്നലെയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതിപക്ഷം ചർച്ച ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യവകുപ്പ് അങ്ങനെ വിസ്തീർണം തേടുക, മന്ത്രിക്കൊപ്പം സെൽഫി എടുത്തതിന് മന്ത്രിയുടെ ഓഫീസ് വിസ്തീർണം തേടി എന്ന് പറയുന്നതിൽ തന്നെ ഒരു പ്രശ്നമില്ലേ അജീഷ്? സ്വാഭാവികമായിട്ടും അങ്ങനെയുണ്ട്. പക്ഷേ ഈ ചട്ടങ്ങൾ മറിച്ചാണ്. ICUവിൽ രോഗിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആശുപത്രിയിലെ ചട്ടം. ആ ചട്ടം ലംഘിച്ചു എന്നുള്ള ആരോപിച്ചാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിനോട് വിശദീകരണം തേടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂപ്രണ്ട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഫോട്ടോയിലുള്ള ഈ നഴ്സുമാർ തന്നെ, ഈ നഴ്സുമാരിൽ ഒരാൾ സ്മിത എന്നാണ് അവരുടെ പേര്, തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മന്ത്രിയെ ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുതൽ തങ്ങളാണ് പരിചരിച്ചത്. മന്ത്രിക്ക് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ഒന്നും ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും കഴുത്ത് വേദനയും രക്തസമ്മർദ്ദവും ഒക്കെ ഉണ്ടായിരുന്നു. മന്ത്രിയെ പരിചരിച്ചത് അവിടുത്തെ നഴ്സുമാരായിരുന്നു. അങ്ങനെ മന്ത്രിയെ ഈ ICUവിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മന്ത്രിയെ പരിചരിച്ചിരുന്ന നഴ്സുമാരെന്ന നിലയിൽ അവരോട് ഒരു അടുപ്പം തോന്നിയപ്പോൾ ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് മന്ത്രിയോട് സ്നേഹത്തോടെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ അടുപ്പം വെച്ച് മന്ത്രി തന്നെയാണ് ഇങ്ങോട്ട് സെൽഫി എടുത്തോളാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചേർത്ത് പിടിച്ച് സെൽഫി എടുത്തത് എന്നാണ് നഴ്സ് വിശദീകരിക്കുന്നത്. മന്ത്രിയോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് അത്തരത്തിൽ സെൽഫി എടുക്കുന്നത്. അത് വലിയ രീതിയിൽ വിവാദമാക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ നഴ്സുമാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സെൽഫി പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഗുരുതരമായി പരിക്കേറ്റ രോഗി എങ്ങനെയാണ് ഇത്തരത്തിൽ ചിരിച്ചുല്ലസിച്ച് ഈ സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് പരാമർശിച്ചുകൊണ്ട് പോസ്റ്റുകൾ ചെയ്ത് വലിയ പ്രചാരണ വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയായിരുന്നു ആരോഗ്യമന്ത്രി. ഈ വിവാദമായതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വിശദീകരണം ചോദിച്ചത്. എന്തായാലും അച്ചടക്ക നടപടി ഉണ്ടാകാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഇങ്ങനൊരു വിശദീകരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.